3 പടം ചെയ്തപ്പോൾ പൃഥ്വിരാജ് ഇത്ര നല്ല മേക്കിംഗ് ചെയ്തെങ്കിൽ മികച്ച ഷാരൂഖ് ഖാൻ ഒരു ഡേറ്റ് കൊടുക്കാനുള്ള ഒരു അവസ്ഥ ആയിട്ടുണ്ട് പൃഥ്വിരാജ്. കാരണം പറയാൻ കാര്യം മേക്കിംഗ് വേറെ ലെവലാണ്. അത് വലിയ വലിയ ആർട്ടിസ്റ്റിന് ഡേറ്റ് കൊടുക്കും പുള്ളിക്കാരന്. അങ്ങനെയൊക്കെ ചെയ്തു. അത് കാണുമ്പോൾ വർക്ക് കാണാൻ മനസ്സിലായി. പടത്തിന് വിജയ് അതൊന്നുമല്ല നമ്മൾ പറയുന്നത്. മേക്കിംഗ് പുള്ളിക്കാരന് പണി അറിയാം പൃഥ്വിരാജിന്. ആ പണി അറിയാന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. ഏത് വലിയ ആക്ടറും ഈ പൃഥ്വിരാജിന് ഡേറ്റ് കൊടുക്കും. നല്ലോണം പണി അറിയാം. അത് കാണിച്ചാൽ ഈ പടത്തോടെ കിടിലം പടം. അതായിരുന്നു ടിക്കറ്റ് എടുക്കും പൊളിപ്പടം. ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് ആ ഒരു കഥ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുക്കും. അതിൻ്റെ ഒരു ലാഗ് ഫീൽ ചെയ്തു. കാരണം സ്റ്റോറിയിലോട്ട് എത്താൻ വേണ്ടി. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് കൂടുതലും സ്കോറിംഗ് ഇരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ കൂടുതലായിട്ടൊന്നും ഇല്ല. വെച്ചാൽ കൈയടിക്കാനോ അങ്ങനെ ഒരു വലിയ മൊമെന്റ്സ് ഒന്നും ഇല്ല. സെക്കൻഡ് ഹാഫിലാണ് പൃഥ്വിരാജെല്ലാം ഒതുക്കി വെച്ചേക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ട്രെയിലറിൽ കണ്ട കുറച്ച് സീൻസ് ഉണ്ട്. ആ സീൻസൊക്കെ സെറ്റായിട്ടായിരുന്നു വെച്ചേക്കുന്നത്. എല്ലാം അടിപൊളിയായി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് വരെ സെറ്റാണ്. പിന്നെ അവസാനം എന്തോ ഓക്കെയാണ്. പക്ഷേ എന്തോ ഒരു പൃഥ്വിരാജിന്റെ ആ ഒരു സ്റ്റൈൽ വന്നിട്ടില്ല എൻഡിങ്ങിൽ. ഇപ്പൊ ലൂസിഫറിന്റെ എൻഡിങ് നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണല്ലോ നമ്മൾ ആ ഒരു മൊമെന്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന ഒരു ഫീൽ ഉണ്ട്. പക്ഷെ ആ ഒരു ഫീൽ ഇവിടെ കിട്ടിയില്ല എൻഡിങ്ങിൽ. അതുവരെ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. ഇപ്പം അഭിനയം പറയുകയാണെങ്കിൽ മഞ്ജു വാര്യരുടെ അഭിനയം അടിപൊളിയാണ്. നല്ലൊരു ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ലൊരു റോളും കിട്ടിയിട്ടുണ്ട് ലൂസിഫറിനെ അപേക്ഷിച്ച്. പിന്നെ ലാലേട്ടനെ കുറിച്ച് ലാലേട്ടൻ കാണിക്കുന്ന സ്ക്രീനിലെല്ലാം അമ്മമാര് സ്ക്രീൻ പ്രസൻസ് കൊണ്ട് നിറഞ്ഞാടുമോ പുള്ളിയുടെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ കണ്ടിരിക്കും. പിന്നെ ലാസ്റ്റിൽ ക്ലൈമാക്സിൽ ഇവരുള്ള ഫൈറ്റും പൃഥ്വിരാജും അടിപൊളിയാണ്. ഉള്ള റോളാണ് പടം. ഒരു കിടിലം പടമാണ്. അതായത് വേറെ ഒരു കുറ്റക്കുറവ് ഒന്നും പറയാനില്ലാത്തൊരു പടം, അങ്ങനെ വേണം പറയാൻ. പിന്നെ ഇതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഡയറക്ഷനൊക്കെ സൂപ്പർ. പിന്നെ ഇതിലെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് ഇതിലെ വിഷ്വൽ ക്വാളിറ്റി. അതായത് ഓരോ ഫ്രെയിമിലും അത് നമുക്ക് എടുത്ത് കാണാൻ പറ്റും. അതിന്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇത് മൊത്തം അതിലേക്കൊന്നും ഞാൻ പറയല്ല. അതായത് ഗംഭീരമായിട്ട് പടം വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. L2-ലെ നായകനായിട്ടുള്ള ലാലേട്ടൻ വരുന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോ ഭയങ്കരമായിട്ട് നമ്മൾ ഓൾറെഡി മുഷിഞ്ഞ് ഡൗൺ ആയി പോയി. പിന്നെ നമുക്ക് കുറച്ചും കൂടി നമ്മളൊന്ന് ഉണർന്നത് തിയേറ്ററിന്റെ അകത്തൊന്ന് ഒരു കുലുക്കം വെച്ചതെന്ന് പറഞ്ഞാല് ഇന്റർവ്യൂക്ക് ശേഷം നമ്മള് മഞ്ജു ചേച്ചി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഫസ്റ്റില് ലൂസിഫറിൽ കണ്ട ആ ഒരു ടോവിനോ തോമസ് അല്ല ഈ പടത്തില്. ഫുൾ നെഗറ്റീവ് റോളാണ്, വില്ലനായിട്ട് വരും. പിന്നെ എനിക്ക് ഒട്ടും ഈ പടത്തില് ഇഷ്ടപ്പെടാത്ത ഒരു ഒറ്റ സീൻ മാത്രമേ ഉള്ളൂ. ഒരു ഒറ്റ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് വർഗറായിട്ടുള്ള ആ സീന് ശരിക്കും ഈ പടത്തിൽ വേണ്ടായിരുന്നു. പടം തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ 2 ഹിന്ദിക്കാര് അവര് അവിടെ നിന്ന് ശരിക്കും ഈ കഥ ഈ L2 ശരിക്കും ഈ കഥ നമ്മുടെ ഷാഹിദ് മഷൂദ് പൃഥ്വിരാജിന്റെ കഥയാണ് ശരിക്കും ഈ ഒരു സിനിമ. അവന്റെ കഥയിൽ ലാലേട്ടൻ വന്ന് കയറുന്നതാണ്, വേറൊന്നുമല്ല. അങ്ങനത്തെ ഒരു ചെറിയൊരു സാധനമാണ്, ചെറിയൊരു കൺസെപ്റ്റാണ്. പക്ഷെ എന്തോ എവിടേക്കോ എന്തൊക്കെയോ പോരായ്മയുണ്ട്. പടം എന്താ പറയാ, നമുക്ക് ഓക്കെ അല്ല. ആവറേജ് ആണ്. അപ്പോൾ ആവറേജ് പടമാണ്. അപ്പോൾ നമ്മൾ ലൂസിഫറിനെ അപേക്ഷിച്ച് ഒന്നുകൊണ്ട് റെഡി ആയില്ല. കാരണം അത്യാവശ്യം നല്ല മേക്കിംഗ് ആയിരുന്നു പടത്തിന്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ഫീല് കിട്ടില്ല പടത്തിന്. ലൂസിഫറിനേക്കാളും ഒന്നുകൂടി ഒരു താഴെയായിട്ടാണ് പെടുന്നത്. ഇപ്പോൾ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ മേക്കിങ്ങും അത്രയ്ക്ക് ടെക്നോളജി വെച്ചുള്ള അതായത് പടം ഓക്കെയാണ്. പക്ഷേ നമുക്കൊരു സ്റ്റോറി പാത്ത് എന്തായാലും പടത്തിന് എന്തായാലും ഇല്ല, കൺഫേമാണ്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു വില്ലനെ പ്രതീക്ഷിച്ചു. പക്ഷേ വില്ലനും നമ്മൾ മലയാളികൾ വിചാരിച്ചൊരു വില്ലനല്ല അതിൽ വന്നത്. പടം സീൻ പടമായിരുന്നു. ഞാൻ ലാലേട്ടൻ ഫാനാണെന്ന് അറിയില്ല, ഒന്നുകൂടെ ലാലേട്ടൻ ഫാനായി. അയ്യോ. പിന്നെ മലയാളത്തിലെ ഹോളിവുഡ് പടം ഇതാണ്. ഇപ്പോഴും പോയിട്ടില്ല. നമ്മളിപ്പോ ഈ മലയാളത്തിലെ ഹോളിവുഡ് പടം എന്ന് പറയുന്നില്ല. അതിനേക്കാളും നമ്മൾ ഈ ഹോളിവുഡ് ബോളിവുഡ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനേക്കാളും മലയാളം മൂവി ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സാധനം എക്സ്പെരിമെന്റ് ചെയ്തു എന്ന് പറയുന്നില്ലേ? ശരി, എക്സാക്ട്ലി അതാണ്. നമ്മൾ ഈ ഹോളിവുഡ് ബോളിവുഡ് മൂവീസ് എന്ന് പറഞ്ഞാൽ അവരെ ഹൈലൈറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇനി എവിടെയെങ്കിലും അത്രയും വലിയ ഹൈപ്പുള്ള അല്ലെങ്കിൽ അത്രയും വലിയൊരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന പടമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹോളിവുഡ് ലെവലിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന പടം മലയാളത്തിൽ. അത് ഇപ്പോൾ L2 ഇനി ഞാൻ 6 മണിക്ക് കഴിഞ്ഞ് 10 മണിക്ക് ഒന്നുകൂടെ പോവാം. പുതിയ കമ്പനിയാണ് കൂബ ഫുഡ്സ്. ഇപ്പോൾ ലാലേട്ടൻ്റെ പടത്തിൻ്റെ സെലിബ്രേഷൻ പ്രമാണിച്ച് ഞങ്ങൾ സ്നേഹ സമ്മാനമാണ്. എല്ലാവരും കഴിഞ്ഞു. കൂബ ഫുഡ്സ് ഒരു കഴിഞ്ഞ് 2 ഓഫീസിലുള്ള 2 പടം കുഴപ്പമില്ല, ഏവറേജ്. നമ്മൾ ഹൈപ്പ് കൊടുത്ത അത്രയും ഇല്ല, എന്നാലും കണ്ടിരിക്കുക. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. ഇറങ്ങിയിട്ടുണ്ടെന്ന് മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. പുതിയ എക്സ്പെരിമെന്റ്.